നമ്മളൊരു പാൻ കാർഡ് അപ്ലൈ ചെയ്താൽ അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നും അതേപോലെ നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഗൂഗിൾ എടുത്തിട്ട് പാൻ കാർഡ് സ്റ്റാറ്റസ് എന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ വെബ്സൈറ്റിലേക്ക് വരാം. അപ്ലിക്കേഷൻ ടൈപ്പ് എന്നുള്ളിടത്ത് ന്യൂ പാൻ അല്ലെങ്കിൽ ചേഞ്ച് റിക്വസ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് കിട്ടിയ അക്നോളജ് നമ്പറാണ് അവിടെ കൊടുക്കേണ്ടത്. ഈ അക്നോളജ് നമ്പർ നമുക്ക് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന നമ്പറാണ്. നമ്മൾ പാൻ കാർഡ് എങ്ങനെ അപ്ലൈ ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. ആ അക്നോളജ് നമ്പർ അവിടെ കൊടുക്കുക. എന്നിട്ട് തൊട്ട് താഴെ കാണുന്ന ക്യാപ്ച കോഡും അവിടെ കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു കേസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്താണെന്ന് വെച്ചാൽ ഡോക്യുമെൻറ്റ്സ് ആർ നോട്ട് വാലിഡ് എന്നുള്ള ഒരു എറർ മെസ്സേജ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അത് ഏത് ഡോക്യുമെൻ്റ് ആണ് നോട്ട് വാലിഡ് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ഹിയർ കൊടുത്താൽ മതി. ഇവിടുത്തെ കേസിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്ത സിഗ്നേച്ചർ ആണ് ശരിയല്ല എന്നുള്ളത് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ സിഗ്നേച്ചർ എല്ലാം എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കൂടെ ശ്രദ്ധയോടെ കാണാം. അതിനുശേഷം സിഗ്നേച്ചർ ഫോട്ടോ എടുത്തിട്ട് 50 KB താഴെയാക്കി അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷനിൽ പറയുന്ന പോലെ സിഗ്നേച്ചർ കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഐ ഹിയർ ബൈയിൽ ടിക്ക് ചെയ്തിട്ട് ചൂസ് ഫയൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം 1 വീക്ക് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ മെസ്സേജ് വരുന്നത് ഡിസ്പാച്ചർ ആയിട്ടുണ്ട് എന്നുള്ള മെസ്സേജാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.